തിരുവനന്തപുരത്തെ മേടയിൽ വീടെന്ന് കേൾക്കുമ്പോൾ പിന്നെ മലയാളി അതിനോട് ചേർത്ത് വെക്കുന്ന വാക്ക് അത് സംഗീതം എന്ന വാക്കാണ്. അവിടേക്ക് ഒരു ദേശീയ ബഹുമതി തേടിയെത്തിയിരിക്കുകയാണ്. എപ്പോഴും ടീച്ചറിൻ്റെ മുഖം ചിരിച്ചുകൊണ്ടുള്ള മുഖമാണ്. ഇപ്പം അതിനൊരു പത്മശ്രീയുടെ പ്രഭയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും. എന്തായാലും ആദ്യം വിളിച്ചറിയിച്ചത് മാതൃഭൂമിയാണ് എന്നുള്ളത് ഞങ്ങൾക്കും വലിയ സന്തോഷമാണ്. ടീച്ചർ അറിഞ്ഞില്ലേ എന്ന് ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിളിക്കാം, ഉടനെ വിളിക്കാം എന്ന് പറഞ്ഞു. ആദ്യം അറിയിച്ചു അല്ലേ? അതെ. എന്തായാലും വലിയൊരു സംഗീത പാരമ്പര്യത്തിനും ഒരുപക്ഷെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾക്കും കിട്ടിയൊരു അംഗീകാരമാണ്. തീർച്ചയായിട്ടും. എൻ്റെ അച്ഛൻ്റെ നിർബന്ധമായിരുന്നു ഞാൻ ശാസ്ത്രീയ സംഗീതത്തിലേക്ക് പോയാൽ മതി എന്നുള്ളത്. അപ്പോൾ ഈ മേഖലയിലേക്ക് ഇത്തരം ഇത് വരുമ്പോൾ കുറേ ആളുകൾ കൂടി വരും. ടീച്ചർ ആയതുകൊണ്ട് അല്ലേ ശിഷ്യരോട് പറയാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ലൈറ്റ് പാടുന്നവർക്കാണെങ്കിലും ക്ലാസിക്കൽ നന്നായിട്ട് പഠിക്കാതെ ലൈറ്റ് പാടാനൊക്കെ ഇല്ല. അതുകൊണ്ട് വന്നേ പറ്റൂ, പഠിച്ചേ പറ്റൂ. അപ്പോൾ എന്തായാലും അന്ന് അങ്ങനെ തിരഞ്ഞെടുക്കാൻ സാധിച്ചൊരു അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഒരു സ്വാധീനമൊക്കെ ഭയങ്കര. അയ്യോ, അച്ഛനും അമ്മയും. അമ്മ ഇതിനു വേണ്ടി ഒരുപാട് ത്യാഗം, അച്ഛനും അമ്മയും. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോപ്പർട്ടീസ് എല്ലാം അവിടെ ഇട്ടിട്ട് ഹരിപ്പാട്ട്, എന്നിട്ട് അമ്മ ട്രാൻസ്ഫർ വാങ്ങിച്ചു വരികയായിരുന്നു ഇവിടെ ട്രിവാൻഡ്രത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് അറിയാമല്ലോ, ഇങ്ങനെ ഇട്ടിട്ട് പോരുകയാണെങ്കിൽ അത് നാനാവിധം പെടും. അതൊന്നും അമ്മയ്ക്കോ അച്ഛനോ ഒരു കാര്യമായിരുന്നില്ല. മക്കൾ നന്നായിട്ട് അവരെ പഠിപ്പിക്കണം എന്നുള്ളത് മാത്രമേ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിനൊരു എന്താ പറയുക തിളക്കം ഉണ്ടാകുകയാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഇനിയിപ്പോൾ ഭാവിയിലേക്കുള്ളൊരു യാത്ര എങ്ങനെ, സംഗീത യാത്ര എങ്ങനെയായിരിക്കും സാർ? ഇനി എത്ര നാൾ? ഞങ്ങൾ നാട്ടിൽ പോയിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ അവിടെ പറമ്പിൽ നിൽക്കുകയായിരുന്നു. അവിടെ മാവ് പ്ലാവൊക്കെ ഉണ്ട്, തനി നാട്ടിൻപുറമാണ്. അപ്പോൾ ഇങ്ങനെ അവിടെ നമുക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീട്ടിലൊരു ജ്യോത്സ്യരുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ചോദിച്ചു, മകയിരത്തിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? ശുക്രനടിച്ച് നിൽക്കുകയല്ലേ ഇപ്പം. ഇത് 20 വർഷത്തേക്ക് ഇനി ശുക്രനാണെന്ന് പറഞ്ഞു. ശുക്രനാണ് ഇപ്പോൾ പത്മശ്രീ രൂപത്തിൽ വന്നിരിക്കുന്നത് തോന്നുന്നു. എന്തായാലും പിന്നെ പ്രേക്ഷകർ കൗതുകമുള്ളതായിട്ട് അവസാനമായി എം ജി ശ്രീകുമാർ ദേവും ഹരിശങ്കറൊക്കെ വിളിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഹരിശങ്കറൊക്കെ വിളിച്ചിരുന്നു, ശ്രീകുട്ടൻ വിളിച്ചില്ല, ഇതുവരെയും വിളിച്ചില്ല. വിളിക്കുമായിരിക്കും, അറിഞ്ഞൂടാ. എന്തായാലും ഒന്ന് തിരക്കിലാണ്, അപ്പം വലിയ സന്തോഷത്തിലുമാണ് അല്ലേ? തീർച്ചയായിട്ടും. ആ സന്തോഷം ഞങ്ങളും പങ്കുചേരുന്നു. ആദ്യം അറിയിക്കാൻ കഴിഞ്ഞതിൻ്റെ വലിയ സന്തോഷവും ഉണ്ട്.